എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാം. ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് തലേ ദിവസമൊന്നും അരി കുതിർത്തി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. മാവ് കലക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ദോശ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 കപ്പ് അളവില് ഗോതമ്പ് പൊടി ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അളവില് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 തക്കാളിയും ഒരു സവാളയും ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്താൽ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴിയിട്ട് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കട്ടകളെല്ലാം ഉടച്ചെടുക്കാം. മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ലൂസായിട്ട് തന്നെ നമുക്കൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. മാവ് നല്ല പോലെ തന്നെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതേ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ദോശ മാവിന്റെ അയവിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെക്കണം. നമ്മൾ ഇതുപോലൊരു പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്തെടുത്ത മാവിലേക്ക് 1 ടീസ്പൂൺ അളവില് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദോശ പാനിലേക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ച് വളരെ തിന്നായിട്ട് തന്നെ നമുക്കൊന്ന് പരത്തിയും കൂടെ എടുക്കണം. ദോശ പരത്തി കഴിഞ്ഞാൽ ഇതിന്റെ മേലെയായിട്ട് അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. ഒരു വശം നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദോശ ഒന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ദോശ ഇവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഭാഗവും നല്ല പോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ദോശ മറ്റൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നല്ല ക്രിസ്പി ദോശ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തലേ ദിവസം തന്നെ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇനി എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.